ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും JPHനും ഹോമിയോ നേഴ്സിനും ഒക്കെ വരാൻ സാധ്യതയുള്ള കേരള PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സിമ്പിളാണെന്ന് തോന്നിക്കുന്ന നമുക്ക് തെറ്റ് വരുത്തുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഇത് നിങ്ങൾ JPHN എക്സാം ഒക്കെ എഴുതുന്നവർ എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണണം. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സുകളാണ്. നമ്മളൊരു 10-25-30 പോയിൻറ്റ്സുകളാണ് ഈ ഒരു വീഡിയോയിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഡയറ്റ് ഷുഡ് അവോയ്ഡ് ഇൻ അക്യൂട്ട് റിനൽ ഫെയിലിയർ ഡിസീസ്? ഓപ്ഷൻ എ carbohydrate CHO, option B protein, option C fat, option D vitamin. ഇപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് ഡയറ്റാണ് നമ്മൾ അക്യൂട്ട് റിനൽ ഫെയിലിയർ ഡിസീസ് ഉള്ളവർക്ക് അവോയ്ഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഏതാണ് അവോയ്ഡ് ചെയ്യേണ്ടത്? ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യേണ്ടതാണ് പ്രോട്ടീനാണ്. എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട് റിനൽ ഡിസീസിൽ, പക്ഷേ മെയിനായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് പ്രോട്ടീനാണ്. ഇപ്പോൾ ലോ സോഡിയം ഡയറ്റാണ് നമ്മൾ റിനൽ ഫെയിലിയറിൽ കൊടുക്കുക. അതായത് ഒരു കറക്റ്റ് പറഞ്ഞാൽ <2300 ഇതിങ്ങനെ തന്നെ പഠിക്കണേ, മില്ലിഗ്രാം പെർ ഡെയിലി ആണ്. സോ ലോ സോഡിയം ഡയറ്റ് <2300 milligram per daily. അത് ക്യാൻഡ് ഫുഡൊക്കെ ഇല്ലേ, അച്ചാർ അങ്ങനെയുള്ള പ്രോസസ്ഡ് ഫുഡ്, ടിന്നിൽ അടച്ചു വരുന്ന ഫുഡ്, പിക്കിൾസൊക്കെ പ്രധാനമായിട്ട്, അതുപോലെ ജാം ഇങ്ങനത്തെയൊക്കെ അവോയ്ഡ് ചെയ്യണം. അതുപോലെ ഈ പൊട്ടാസ്യം കൂടാൻ പാടില്ല. പൊട്ടാസ്യം കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ബനാനയിലൊക്കെ പൊട്ടാസ്യം ഉണ്ട്. ബനാന, ഓറഞ്ച് അതൊക്കെ വളരെ കഴിക്കാതിരിക്കുക. കിഡ്നി ഫെയിലിയർ ഉള്ള പേഷ്യൻസിന് ബനാനയ്ക്ക് ഓറഞ്ച് പകരം എന്തുകൊണ്ട് നമ്മൾ ആപ്പിൾ കഴിക്കാം. അതുപോലെ കാബേജ്, പൈനാപ്പിൾ തുടങ്ങിയതൊക്കെ കഴിക്കാം. അതുപോലെ ഈ നമ്മുടെ ഫോസ്ഫറസ് കുറയ്ക്കണം. ഫോസ്ഫറസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താണ്, നട്ട്സ്, ബദാം, പരിപ്പുകൾ, അങ്ങനെയുള്ള വാൾനട്ട്സ് പോലെയുള്ളതൊക്കെ ലിമിറ്റ് ചെയ്യുക. മിൽക്ക് ലിമിറ്റ് ചെയ്യുക, പാല് ലിമിറ്റ് ചെയ്യുക. ഒരു ദിവസം ഒരു ചായ അങ്ങനെയൊക്കെ കുടിച്ചാൽ മതി കേട്ടോ. ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക. BP മാനേജ് ചെയ്യാൻ വേണ്ടി ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു റിനൽ ഫെയിലിയർ പേഷ്യൻസിന് എന്തൊക്കെയാണ്? ഫ്ലൂയിഡ് റെസ്ട്രിക്റ്റ് ചെയ്യണം, പ്രോട്ടീൻ കഴിവതും ഒഴിവാക്കുക, സോഡിയത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫോസ്ഫറസ് കുറയ്ക്കുക, പൊട്ടാസ്യം കൂടാനുള്ള സാധ്യതയുണ്ട്, അത് കുറയ്ക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫുഡ് കണ്ടന്റ് ഹൈ ഫൈബർ? ഓപ്ഷൻ എ വീറ്റ്, ഓപ്ഷൻ ബി സ്പൈനാച്ച്, ഓപ്ഷൻ സി വോൾ ഗ്രെയിൻ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. ഏത് ഫുഡിലാണ് ഹൈ ഫൈബർ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഫുഡിലാണ്? വോൾ ഗ്രെയിൻ ധാന്യങ്ങളിലാണ് കൂടുതലായിട്ടുള്ള എന്താണ് ഹൈ ഫൈബർ ഡയറ്റിലുള്ളത്. അപ്പം നമുക്കറിയാം വീറ്റ്. അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ എടുക്കാം, വീറ്റ്. കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലുള്ളത്. കാർബോഹൈഡ്രേറ്റ് അതായത് നമ്മുടെ അരി, ഗോതമ്പ് തുടങ്ങിയതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്, അതായത് സ്റ്റാർച്ചിൻ്റെ അളവ് വളരെ കൂടുതലാണ്. സ്റ്റാർച്ച് എത്രയാണ്? വളരെ കൂടുതലാണ്. 13-15% പ്രോട്ടീൻ അതിനകത്തുണ്ട് കേട്ടോ. 13-15% വരെ പ്രോട്ടീൻ വീറ്റിലുണ്ട്. അതുപോലെ ഈ സ്പൈനാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ നമ്മുടെ എന്താ പറയുക, ചീര, മുരിങ്ങ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ്. ചീര, മുരിങ്ങ. അപ്പോൾ ഇതിനകത്ത് അയൺ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. സ്പൈനാച്ചിൽ, ചീര, മുരിങ്ങയിലൊക്കെയാണ് അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ വിറ്റാമിൻ കെ കൂടുതലാണ്. ബ്ലഡ് ക്ലോട്ട് ആകുന്നതിന് സഹായിക്കുന്നത്. അതുപോലെ വിറ്റാമിൻ എ ഉണ്ട്, വിറ്റാമിൻ സി ഉണ്ട്. ഫോളിക് ആസിഡ്, ഈ പ്രഗ്നൻസി ഉള്ള സമയത്തൊക്കെ ഈ മുരിങ്ങ കഴിക്കാൻ പറയല്ലേ, ഫോളിക് ആസിഡ് കൂടുതലുണ്ട്. അപ്പോൾ അതാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാം ചോദിക്കാറുണ്ട്. In a patient, tongue and epiglottis are protrude inside the mouth. Then what findings are seen in the patient?
in a patient tongue and epiglottis are protrude inside the mouth. Option A rhonchi, option B stridor, option C wheezing, option D gargle sound. സോ നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ ടങ്ങും അതുപോലെ എപ്പിഗ്ലോട്ടിസും പ്രൊട്രൂഡ് ചെയ്യുകയാണ്, മൗത്തിൽ പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന സമയത്ത് എന്ത് ഫൈൻഡിങ്സ് ആണ് പേഷ്യൻറ്റിൽ ഉണ്ടാകുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, സ്ട്രൈഡർ ആണ് ഇവിടെ വരുന്നത് കേട്ടോ. സ്ട്രൈഡർ, അതായത് ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെ ബ്രീത്തിങ്ങിനെയും ഫുഡ് കഴിക്കുമ്പോൾ അതുപോലെ ഫുഡ് പ്രിവെൻറ്റ് ചെയ്യുക, ലാരിങ്സിലേക്ക് ട്രക്കിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഫുഡ് ലാരിങ്സിലോ ട്രക്കിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി പ്രിവെൻറ്റ് ചെയ്യുന്ന ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി റോങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ സ്ട്രൈഡർ നമുക്ക് വരുന്നത് ഈ സമയത്ത് സ്ട്രൈഡറാണ്. സ്ട്രൈഡർ അതുപോലെ നമ്മൾ ആ ഒരു സൗണ്ടാണ് വരുന്നത്. റോങ്കി എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ പിച്ച്ഡ് സൗണ്ടാണ്. ലോ പിച്ച്ഡ് സൗണ്ടാണ്, സ്നോറിങ് സൗണ്ടാണ്. ലോ പിച്ച്ഡ് സ്നോറിങ് സൗണ്ടാണ് കേട്ടോ റോങ്കി എന്നുള്ളത്. കുറുക്കം വലിക്കുന്ന പോലത്തെ സൗണ്ടാണ്. കോസ്ഡ് ബൈ എയർവേ ഒബ്സ്ട്രക്ഷൻ, അല്ലെങ്കിൽ എയർവേ ഒബ്സ്ട്രക്ഷനിലാകുന്ന സമയത്താണ് റോങ്കി വരുന്നത്. അത് വരാനുള്ളൊരു കാരണം എയർവേയിൽ മ്യൂക്കസ് അടിഞ്ഞു കൂടുകയാണ്. എയർവേയിൽ എന്താണ്? കഫം അല്ലെങ്കിൽ മ്യൂക്കസ് അടിഞ്ഞു കൂടുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒബ്സ്ട്രക്ട് ചെയ്യാൻ എയർവേ ഒബ്സ്ട്രക്റ്റ് ചെയ്യുകയാണ്, തിക്ക് മ്യൂക്കസ് കൊണ്ട് അടിഞ്ഞു കൂടുകയാണ്. അപ്പോൾ ലാർജ് എയർവേയിൽ നമ്മുടെ ബ്രോങ്കൈറ്റിസ്, COPD, ന്യൂമോണിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ബ്രോങ്കിക്ടാസിസ് തുടങ്ങിയിട്ടുള്ള അസുഖങ്ങൾ ഏതാണ്? ട്രക്കിയിലൊക്കെ ഈ മ്യൂക്കസ് അടിഞ്ഞു കൂടാറുണ്ട്. ഏതൊക്കെ അസുഖങ്ങളാണ്? ബ്രോങ്കൈറ്റിസ്, COPD, ന്യൂമോണിയ, സിസ്റ്റിക് ഫൈബ്രോസിസ്, ബ്രോങ്കിക്ടാസിസ്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ റോങ്കിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ലോ പിച്ച്ഡ് സ്നോറിങ് സൗണ്ട്, ദ എയർവേ എന്താണ് ചെയ്യുന്നത്? അവിടെ അടിഞ്ഞു കൂടുകയാണ്, മ്യൂക്കസ് അടിഞ്ഞു കൂടുകയാണ്. ഇനി ഗർഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ഗർഗിൾ സൗണ്ട് പറയും. അത് നമ്മളെ GI ട്രാക്റ്റിൽ ഉണ്ടാകുന്ന സൗണ്ടാണ്. GI ട്രാക്റ്റ് അത് നമുക്ക് ബൊർബോറിക്മി എന്ന് പറയും. GI ട്രാക്റ്റിലുള്ള സൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൊർബോറിക്മി എന്ന് പറഞ്ഞ സൗണ്ട് നമ്മുടെ GI ട്രാക്റ്റിൽ എന്താണ്? ഫ്ലൂയിഡ് സൗണ്ടാണ്. ഡൈജഷൻ, സൗണ്ട് ഓഫ് ഡൈജഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്ലൂയിഡ് സൗണ്ട് എന്ന് പറയാം. ഹങ്കർ സൗണ്ടാണ്, ഡൈജഷൻ്റെ സൗണ്ടാണ്. അല്ലെങ്കിൽ ഇൻഡസ്റ്റൈനിലൂടെ ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ടാണ്, ഗർഗിൾ സൗണ്ടാണ് ബർബോറക്മി. ഇനി അടുത്തത് ഡെത്ത് റാറ്റിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമുക്ക് വീസിങ് പഠിക്കാം. ഹൈ പിച്ച്ഡ് ആണ്. വീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ പിച്ച്ഡ് സൗണ്ടാണ്, വിസിലിംഗ് സൗണ്ടാണ്. ഹൈ പിച്ച്ഡ് വിസിലിംഗ് സൗണ്ടാണ്, വിസിൽ അടിക്കുന്ന പോലത്തെ സൗണ്ടാണ്. ഹൈ പിച്ച്ഡ് വിസിലിംഗ് സൗണ്ടാണ്. അത് നാരോ ഒബ്സ്ട്രക്റ്റഡ് എയർവേയിൽ ആസ്മ, COPD, ബ്രോങ്കൈറ്റാസിസ് തുടങ്ങിയിട്ടുള്ള കണ്ടീഷനിൽ ഉണ്ടാകുന്ന വിസിലിംഗ് സൗണ്ടാണ് കേട്ടോ. ഹൈ പിച്ച്ഡ് ആണ്. റോങ്കി ലോ പിച്ച്ഡ് ആണ്, വീസിങ് ഹൈ പിച്ച്ഡ് ആണ്, വിസിലിംഗ് സൗണ്ടാണ്. അതുപോലെ ഒബ്സ്ട്രക്റ്റഡ് എയർവേ, ആസ്മ, COPD പോലുള്ള കണ്ടീഷനിൽ വീസിങ് ഉണ്ടാകും. പക്ഷെ കൂടുതലാണ് ഏതാണ്? റോങ്കി ആയിട്ടാണ് ഉണ്ടാകുന്നത്. കാരണം എന്താണ്? മ്യൂക്കസ് കെട്ടിക്കടഞ്ഞിട്ട് കൂടുതലും ഉണ്ടാകുന്നത് റോങ്കിയാണ്. സോ വീസിങ് എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച്ഡ് വിസിലിംഗ് സൗണ്ടാണ്. ഒബ്സ്ട്രക്റ്റഡ് എയർവേയിൽ വരുന്ന സൗണ്ടാണ് വീസിങ്. ഇനി വേറൊരു സൗണ്ടാണ് ഡെത്ത് റാറ്റിൽ. നമ്മൾ മരണസമയത്ത് ആ ഒരു ലാസ്റ്റ് സമയത്ത് വരുന്ന സൗണ്ടാണ് ഡെത്ത് റാറ്റിൽ എന്ന് പറഞ്ഞാൽ. സോ ഡെത്ത് റാറ്റിൽ എന്ന് പറഞ്ഞതാണ് ലൗഡ് ഗർഗ്ലിംഗ് ഇൻ ലങ്സ്, എൻഡ് ഓഫ് ലൈഫ്. അതായത് ജീവിതാവസാന സമയത്ത് അവസാന ശ്വാസം എന്നൊക്കെ പറയില്ലേ, അത് ഡെത്ത് റാറ്റിലാണ്. അപ്പോൾ സെക്രീഷൻ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. അപ്പർ എയർവേയിൽ സെക്രീഷൻ അക്യുമുലേറ്റ് ചെയ്യുകയാണ്. സെക്രീഷൻ അക്യുമുലേറ്റ്, എവിടെയാണ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത്? അപ്പർ എയർവേയിൽ അക്യുമുലേറ്റ് ചെയ്ത സൗണ്ടാണ് ഡെത്ത് റാറ്റിൽ എന്നുള്ളത് കേട്ടോ. ഇത് ഒന്നും കൂടെ നിങ്ങൾ പഠിക്കണം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ ബിഹേവിയറൽ സിംറ്റം എക്സിബിറ്റഡ് ബൈ ഇൻഡിവിജ്വൽസ് സഫറിംഗ് യൂണിപോളാർ ഡിപ്രഷൻ? ഓപ്ഷൻ എ അൺപ്രഡിക്റ്റബിൾ ആൻഡ് ഇറാറ്റിക് ബിഹേവിയർ, ഓപ്ഷൻ ബി കമ്പൾസീവ് ചെക്കിംഗ്, ഓപ്ഷൻ സി സ്റ്റേ ഇൻ ബെഡ് ഫോർ ലോങ് പീരീഡ്സ്, ഓപ്ഷൻ ഡി റിച്വലൈസ്ഡ് ബിഹേവിയർ. അപ്പോൾ ഏത് ബിഹേവിയറൽ സിംറ്റമാണ് ഏതിലുണ്ടാകുന്നത്? കാണിക്കുന്നത്
യൂണിപോളാർ ഡിപ്രഷൻ, അതായത് പെർസിസ്റ്റൻ്റ് ഇൻറ്റൻസ് ഫീലിംഗ് ഓഫ് സാഡ്നസ്. പെർസിസ്റ്റൻ്റ് ആയിട്ട് സാഡ്നസ് വരികയാണ്, അതാണ് യൂണിപോളാർ ഡിപ്രഷൻ. പെർസിസ്റ്റൻ്റ് ആയിട്ട് സാഡ്നസ് വരികയാണ്, അതായത് അനഡോണിയ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ വരും. അനഡോണിയ, അതായത് നേരത്തെ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇഷ്ടമല്ലാതെ വരികയാണ്, അനഡോണിയ. അപ്പോൾ യൂണിപോളാർ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പെർസിസ്റ്റൻ്റ് സാഡ്നസ്. അപ്പോൾ പെർസിസ്റ്റൻ്റ് സാഡ്നസ് വരുമ്പോൾ എന്താണ് പേഷ്യൻ്റ് ചെയ്യുന്നത്? സ്റ്റേ ഇൻ ബെഡ് ഫോർ എ ലോങ് പീരീഡ്സ്. അതായത് നമ്മളിപ്പോൾ മടി പിടിച്ചിരിക്കും, ഒരു 10-12 മണിക്ക് ആകുമ്പോൾ നമ്മൾ എണീക്കുമല്ലോ. ഇത് ഉച്ച കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിളിച്ചാലും എണീക്കില്ല, അങ്ങനെ കിടക്കും. അത് 2 ആഴ്ച കൂടുതലൊക്കെ ഇതേ ഒരു സ്വഭാവം കാണിക്കും. ഈ അൺപ്രഡിക്റ്റബിൾ ബിഹേവിയർ കാണിക്കുന്നത് ഇമ്പൾസിവിറ്റിയിലാണ്. ADHD അതുപോലെ ചില പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെയാണ് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കാണിക്കുന്നത്. മാനിയൽ കാണിക്കും. കമ്പൽസീവ് ചെക്കിങ് OCDയിലാണ് വരുന്നത് കേട്ടോ. റിച്വലൈസ്ഡ് ബിഹേവിയറും OCDയിലാണ് കാണിക്കുന്നത് കേട്ടോ. മാനിക് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനിയ. വാട്ട് ഈസ് മാനിയ? മാനിക് എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മൂഡ് ഡിസോർഡർ ഇൻ വിച്ച് മൂഡ് ഈസ് എലവേറ്റഡ്. മൂഡ് എലവേറ്റ് ചെയ്യും, എക്സ്പെൻസീവ് ആയിരിക്കും, സെൽഫ് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതാണ് മാനിയ എന്ന് പറഞ്ഞാൽ. സെറോട്ടോണിൻ, സാധാരണ സെറോട്ടോണിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും പേഷ്യൻ്റ്. അങ്ങനെ വരുമ്പോൾ കണ്ടീഷനാണ് മാനിയ. എപ്പിനെഫ്രിൻ്റെ അളവ് കൂടാം, സെറോട്ടോണിൻ്റെ അളവ് കൂടാം. പിന്നെ ഈ ഹൈപ്പോമാനിയ എന്താണെന്ന് പറയാം. ഹൈപ്പോമാനിയ ആ പേര് തന്നെ ഉണ്ട് അല്ലേ, ചെറിയ അളവിലുള്ള മാനിയാണ് ഹൈപ്പോമാനിയ. ലെസർ ഡിഗ്രി ഓർ മൈനർ ഫോം ഓഫ് മാനിയാണ്. ലെസർ ഡിഗ്രി ഓഫ് മാനിയാണ് ഹൈപ്പോമാനിയ. മാനിയ സൈക്കോട്ടിക് സിംറ്റംസുമായിട്ട് കാണിക്കാം, വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസും ഉണ്ടാകാം കേട്ടോ. അപ്പം മാനിയ സൈക്കോട്ടിക് സിംറ്റംസും ഉണ്ട്, വിത്തൗട്ട് സൈക്കോട്ടിക് സിംറ്റംസും ഉണ്ട് കേട്ടോ. ഇനിയും ഈ സൈക്ലോതൈമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്ലോതൈമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോണിക് മൂഡ് ഡിസോർഡർ ആണ്. ന്യൂമറസ് എപ്പിസോഡ്സ് ഓഫ് ഹൈപ്പോമാനിയ, അതായത് ചെറിയ ലെവൽ ഓഫ് ഹൈപ്പോമാനിയ ഉണ്ടാവും. ആൻഡ് ഡിപ്രസ്ഡ് മൂഡ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് സിവിയറിറ്റി ആൻഡ് ഡ്യൂറേഷൻ നോട്ട് ടു മീറ്റ് ദ ക്രൈറ്റീരിയ. ബൈപ്പോളർ ആയിരിക്കില്ല. ബൈപ്പോളർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ മാനിയ കംപ്ലീറ്റ് ആയിട്ട് എലിവേറ്റ് ചെയ്ത് നിൽക്കും, പിന്നെ കുറേ കാലം കുഴപ്പമില്ല, പിന്നെ ഡിപ്രഷൻ വരും. പക്ഷേ ഇവിടെ എന്താണ്? സൈക്ലോതൈമിയയിൽ ഹൈപ്പോമാനിയാണ്, ചെറിയ രീതിയിലുള്ള മാനിയാണ്, ചെറുതായിട്ട് മൂഡ് എലിവേറ്റ് ചെയ്യും. ആൻഡ് ഡിപ്രസ്ഡ് മൂഡ്, അതായത് ചെറിയ ഡിപ്രഷൻ ഉണ്ടാകും, അത് ഇൻസഫിഷ്യൻ്റ് ആയിരിക്കും, സിവിയറിറ്റി ഉണ്ടാവില്ല. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ക്ലാസ്സുകൾക്ക് വേണ്ടി ഈ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. 90 48 39 25 78. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. കഴിവതും ഈ വീഡിയോ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ നോക്കുക. കാരണം യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യാൻ പറയണമെന്ന് പറയുന്നുണ്ട് വ്യൂവേഴ്സിനോട്. അതുപോലെ ലൈക്ക് ചെയ്യുക ഇഷ്ടമാണെങ്കിൽ. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.